ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. കുമാരൻ്റെ കഥ വിസ്തരിച്ചതിനു ശേഷം കൗശിക ബ്രഹ്മർഷി ശ്രീരാമലക്ഷ്മണന്മാരോട് വീണ്ടും തുടർന്നു. അയോധ്യ രാജ്യത്തിൽ പണ്ട് സകരൻ എന്നു പേരായ ഒരു രാജാവ് വാണിരുന്നു. പ്രജാസുഖമാണ് അദ്ദേഹം കൊതിച്ചിരുന്നത്. കാലമേറെ ചെന്നിട്ടും മഹാരാജാവിന് സന്താനം ഉണ്ടായില്ല. 2 പത്നിമാരാണ് ഉള്ളത്. ധർമ്മിഷ്ഠയും സത്യവാദിനിയുമായ വിദർഭരാജപുത്രി കേശിനിയായിരുന്നു ആദ്യ പത്നി. രണ്ടാമത്തെവൾ അരിഷ്ടനേമിയുടെ പുത്രിയും അതിസുന്ദരിയുമായ സുമതിയും. വംശപ്രതിഷ്ഠാപനത്തിന് ഒരു ഉണ്ണി ഉണ്ടാകുവാൻ കൊതിച്ച സകരൻ പത്നികളോടും കൂടി ഹിമാചലത്തിൽ ഭൃഗുപ്രസ്രവണം എന്ന ശിഖരപാന്തത്തിൽ തപസ് ആരംഭിച്ചു. 100 സംവത്സരങ്ങൾ കഴിഞ്ഞു. പിഴ പറ്റാത്ത തപസ്സിൽ സംതൃപ്തനായ ഭൃഗുമാമുനി സകരന് വരമേകിയത് ഇങ്ങനെയാണ്: രാജൻ, പാർത്തലത്തിലെല്ലാം പരക്കുന്ന യശസ്സോടുകൂടിയ അനേകം പുത്രന്മാർ അങ്ങേക്ക് ഉണ്ടാകും. പുരുഷശ്രേഷ്ഠനായ സകര, പത്നിമാരിൽ ഒരുവൾ വംശസ്ഥാപനകനായൊരുണ്ണിയെ പ്രസവിക്കും. മറ്റവൾക്ക് 60,000 സന്താനങ്ങൾ ഉണ്ടാകും. സത്യവാദിയായ മാമുനിയുടെ അനുഗ്രഹം വാക്കുകൾ കേട്ട നൃപവര പത്നിമാർ ഏറ്റവും സന്തോഷത്തോടുകൂടി തൊഴുതുകൊണ്ട് ചോദിച്ചു: ഭഗവാനെ, ഞങ്ങളിൽ ആർക്കാണ് ഒരുണ്ണി പിറക്കുക? ആർക്കാണ് മറ്റനേകം ആത്മജന്മാർ ഉണ്ടാവുക? അവിടുത്തെ സത്യമായ വാക്കുകൾ കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. മഹാധാർമ്മികനായ ഭൃഗുമുനീശ്വരൻ സുവ്യക്തമായി അരുളി: നിങ്ങളുടെ ഇഷ്ടം പോലെയാകാം. വംശകൃത്തായ ഒരു മകൻ മാത്രം ഒരാൾക്ക്, അതിശക്തന്മാരും കീർത്തിമാന്മാരും അത്യുത്സാഹ പരാക്രമശീലന്മാരുമായ അനേകം പേർ മറ്റൊരാൾക്ക്. ഏതു വരത്തെയാണ് നിങ്ങൾ പ്രിയമായി സ്വീകരിക്കുന്നത്? രഘുവരനന്ദന, ബ്രഹ്മർഷി വാക്കുകൾ കേട്ട കേശിനി വംശകരനായ മകനെ യാചിച്ചു. ഗരുഡ സഹോദരിയായ സുമതി സസന്തോഷം സ്വീകരിച്ചത് അമേയ ബലവാന്മാരായ 60,000 ആത്മജന്മാരെയാണ്. സഹധർമ്മിണികളോടും കൂടി മഹാരാജാവ് ബ്രഹ്മർഷി വരനെ പ്രദക്ഷിണം വെച്ച് താണു വണങ്ങി അയോധ്യാനഗരിയിലേക്ക് സസന്തോഷം പോയി. അല്പകാലം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠത്തി കേശിനി ഉണ്ണിയെ പ്രസവിച്ചു. രാമ, സകരസുതനായ ആ ബാലന്റെ പേർ അസമഗ്നൻ എന്നാണ്. സുമതിക്ക് ഒരു മാംസപിണ്ഡമാണ് ഉണ്ടായത്. എന്നാൽ ആ പിണ്ഡം പിളർന്ന് 60,000 പേർ ഉണ്ടായി. ഓരോ ബാലനെയും ഓരോ നെയ്ക്കുടത്തിലാക്കി ധാത്രിമാർ വളർത്തിപ്പോന്നു. വർഷങ്ങൾ ഓരോന്നായി കഴിഞ്ഞു. കുമാരന്മാർ 60,000 രൂപ യൗവനശാലികളായി തീർന്നു. സകരമര മഹാരാജാവിൻ്റെ സീമന്തപുത്രന് ഏറ്റവും ഹൃദ്യമായ വിനോദം ചെറിയ കുട്ടികളെ പിടിച്ച് സരയൂ നദിയിലിട്ട് അവർ മുങ്ങിപ്പൊങ്ങുന്നത് കാണുന്നതായിരുന്നു. നീന്തുവാനറിയാത്ത പിഞ്ചു കിടാക്കൾ വെള്ളം കുടിച്ച് പരാക്രമത്തോടെ താഴുമ്പോൾ അത്യാനന്ദത്തോടെ പൊട്ടിച്ചിരിക്കുക അസമഗ്നന്റെ പതിവായിരുന്നു. പ്രജകൾക്ക് അനിഷ്ടമേകുന്ന സീമന്തപുത്രനെ സകര മഹാരാജാവ് നാട്ടിൽ നിന്നും പുറത്താക്കി. അസമഗ്നപുത്രനായ അശുംഭൻ എന്ന ബാലൻ പ്രജകളുടെ കണ്ണിലുണ്ണിയായ വീരനായി വളർന്നു. സർവസമ്മതനും പ്രിയവാക്കുകൾ പറയുന്നവനുമായി കുമാരൻ യൗവനത്തിലെത്തി. രാമ, മഹാരാജാവിന് ശ്രേഷ്ഠമായൊരു യജ്ഞം നടത്തണമെന്ന് ആശ ഉദിച്ചു. വേദജ്ഞനായ സകരൻ പുരോഹിതന്മാരോട് ആലോചിച്ച് യാഗത്തിന് ഒരുങ്ങി. ആളിക്കത്തുന്ന അഗ്നി പോലെ ജാജ്വല്യമാനനായ വിശ്വാമിത്ര ബ്രഹ്മർഷി ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ രഘുവരനന്ദനൻ സവിനയം ചോദിച്ചു: ഭഗവാനെ, എൻ്റെ വംശത്തിലെ പൂർവികനായ സകര മഹാരാജാവ് യാഗം എങ്ങനെ നടത്തിയെന്ന് വിസ്തരിച്ച് പറയണേ. കൗതുകന്യുതനായ ആ വാക്കുകൾ ഗാദിനന്ദനനെ പുഞ്ചിരി കൊള്ളിച്ചു. ഉണ്ണി, രാമ, സകരയജ്ഞത്തിനെ പറ്റി ഞാൻ വിസ്തരിച്ചു പറയാം. ബ്രഹ്മർഷി സസ്മിതം തുടർന്നു. മഹേശ്വര പത്നി പിതാവായ ഹിമവാനും ഇന്ദ്രദത്ത വരത്താൽ അദ്രിരാജനായി വിളങ്ങുന്ന വിന്ധ്യാചലവും പരസ്പരം നിരീക്ഷിച്ചുകൊണ്ടാണ് തല ഉയർത്തി നിൽക്കുന്നത്. ഈ 2 മഹാഗിരികളുടെ മധ്യത്തിൽ വെച്ച് മഹാരാജ സകരൻ യജ്ഞം നടത്തി. യാഗത്തിന് ഇത്രയും ശ്രേഷ്ഠമായൊരു സ്ഥലം വേറെയില്ല. നരശാർദൂലനായ ഉണ്ണി യജ്ഞാശ്വ പരിപാലനത്തിന് പിതാവിൻ്റെ ആജ്ഞയനുസരിച്ച് അംശുംഭൻ പുറപ്പെട്ടു. മഹാരഥനായ രാജകുമാരൻ കുലച്ച വില്ലുമേന്തി തുരകത്തെ അനുഗമിച്ചിരുന്നു. എന്നാൽ മായ കൊണ്ട് രാക്ഷസവേഷത്തിൽ വന്ന വാസവൻ യജ്ഞശാലയിൽ നിന്ന് അശ്വത്തെ കവർന്നുകൊണ്ടു പോകുന്നത് ഉപാധ്യായന്മാർ കണ്ടു. യജമാനനായ നരപതിയോട്: പ്രഭോ, ഇതാ തുരകനെ ശാലയിൽ നിന്ന് ആരോ കൊണ്ട് മണ്ടുന്നു. ചോരനെ ഉടനെ തടുക്കണേ.
അശ്വത്തെ അതിവേഗം കൊണ്ടുവരണേ. യാഗത്തിന് പറ്റുന്ന തെറ്റ് നമ്മൾക്കെല്ലാം ആപത്തിനു കാരണമാകാം. മഹാരാജാവെ, യജ്ഞഭംഗം വരാതെ വേഗത്തിൽ വേണ്ടത് ചെയ്യണേ. പുരോഹിതന്മാരുടെ വാക്കുകൾ കേട്ട നരപാലൻ ആ സദസ്സിലുള്ള 60,000 പുത്രന്മാരോടുമായി, പ്രിയപ്പെട്ട മക്കളെ, മഹാത്മാക്കൾ ഇരിക്കുന്നതും ശ്രേഷ്ഠമന്ത്രങ്ങളാൽ പാവനമായതുമായ ഈ യജ്ഞകവാടത്തിലേക്ക് അസുരന്മാർ അടുക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സസൂക്ഷ്മം അന്വേഷിക്കുവിൻ. സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഈ പാർത്തലത്തിൽ ഓരോ യോജന സ്ഥലം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് നോക്കുവിൻ. നിങ്ങൾക്ക് നന്മ വരട്ടെ. ഭൂമിയിൽ എവിടെയും അശ്വത്തെ കാണുന്നില്ലെങ്കിൽ കാണുന്നതുവരെയും ഭൂമിയെ കുഴിച്ചു നോക്കുവിൻ. കുതിരയെയും കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതുവരെ ഞാൻ പൗത്രനായ അംശുമാനോടും ഉപാധ്യായന്മാരോടും ഇവിടെ തന്നെ വ്രതചര്യയോട് കൂടിയിരിക്കുവാൻ നിങ്ങൾക്ക് ശുഭമുണ്ടാകട്ടെ. അശ്വത്തെ കാണുവാൻ സാധിക്കട്ടെ. അച്ഛൻ്റെ അരുളപ്പാടു കേട്ട ആ 60,000 ആത്മജന്മാരും പിതാവിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അത്യുത്സാഹത്തോടെ പുറപ്പെട്ടു. എല്ലായിടവും പരതി ഭൂമിയിലെ ഓരോ യോജന ഓരോരുത്തരായി കുഴിച്ചു തുടങ്ങി. വജ്രതുല്യങ്ങളായ കരതലങ്ങൾ, ഇടിമിന്നലിനൊത്തൊരു ശൂലങ്ങൾ, അതിനിശിതങ്ങളായ കരികൾ എന്നിവ കൊണ്ട് പാരിനെ പിളർത്തുമ്പോൾ ഭൂമിദേവി വാവിട്ട് കരയുന്നത് പോലെ ശബ്ദങ്ങൾ ഉയർന്നു. മതയാനങ്ങൾ, ഉഗ്രങ്ങളായ ഉരകങ്ങൾ, അതിബലവാന്മാരായ അസുരന്മാർ, അരക്കന്മാർ മുതലായ സത്വങ്ങളെ നിഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം 8 നിക്കിലും മറ്റലുകൊണ്ടു. ഇങ്ങനെ 60,000 യോജന സ്ഥലം ജാംബൂദ്വീപത്തിൽ കുഴിച്ച് പാതാളമാക്കിയ രാജനന്ദനന്മാർ സർവത്ര സഞ്ചരിച്ചു. ദേവന്മാർ, അസുരന്മാർ, ഗന്ധർവന്മാർ, നാഗമുഖ്യന്മാർ എന്നിവർ സംഭ്രാന്തരായി എല്ലാവരും ബ്രഹ്മാവിൻ്റെ സമീപത്തിലേക്ക് ഓടിച്ചെന്നു. പേടിച്ചിരണ്ട മുഖങ്ങളോടും വാടിത്തറന്ന ദേഹത്തോടും കൂടിയ അവർ നാൻമുഖനെ നമസ്കരിച്ചുകൊണ്ട്, ഭഗവാനെ, ദേവദേവ, സകല തനയന്മാർ ഭൂമിയാകെ കുഴിക്കുകയാണ്. പാരിനടിയിൽ ഇരിക്കുന്ന അനേകം മഹാത്മാക്കളെ അവർ വധിച്ചു കഴിഞ്ഞു. ഓരോരുത്തരെ കണ്ടാലും ഇവനാണ് നമ്മുടെ യാഗത്തിൽ വിഘ്നകർത്താവ്, ഇവനാണ് കുതിരയെ കട്ടത്, ഇവനെ വിടരുത് എന്നിങ്ങനെ ആർത്തു വിളിച്ച് പറഞ്ഞുകൊണ്ട് സകരാത്മജന്മാർ കണ്ടവരെ മുഴുവൻ നിഗ്രഹിക്കുകയാണ്. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.